അമൽ ജോസഫ്, ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ വലത് സർക്കാരിൻ്റെ അങ്ങനെ ഒരു പ്രശ്നമല്ല, കാരണം വർഷങ്ങളായുള്ളതാണ്. ഇപ്പോൾ ഭരിക്കുന്നത് ഇടത് സർക്കാർ ആയതുകൊണ്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് ഇടത് സർക്കാരാണ്. ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നമായിട്ടാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഇറിഗേഷൻ വകുപ്പ് ബണ്ട് തുറന്നു, അനുമതിയില്ലാതെ അവരോട് ചോദിക്കാതെ തുറന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഇപ്പോൾ സമരത്തിൽ ഇപ്പോൾ LDF ഉണ്ട് സമരത്തിൽ. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പ്രവർത്തനം അത് ഏത് രൂപത്തിലാണ്? ഇത്രയും ഇഷ്യൂ ഉണ്ടായ ശേഷവും ഇപ്പോൾ സബ് കളക്ടറുടെ റിപ്പോർട്ടാണ് മന്ത്രി കാത്തിരിക്കുന്നത്. ഈ രീതിയിലുള്ള സംഭവങ്ങൾക്ക് ശേഷം ഇനി സബ് കളക്ടർ എന്ത് റിപ്പോർട്ടാണ് നൽകുക? അതായത് ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ് പറഞ്ഞു പോകാനുള്ളത്. ഇത് 30 വർഷത്തിലധികമായി ഈ വിഷയം അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പെരിയാറിൻ്റെ തീരത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ വിഷയം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനൊരു കൃത്യമായിട്ടുള്ളൊരു പരിഹാരം കാണുന്നില്ല എന്നുള്ളത് നമുക്ക് മുമ്പിലുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 20-ാം തീയതി സംഭവിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാതാളം ബണ്ട് 20-ാം തീയതി 3 മണിക്കാണ് അത് തുറക്കുന്നത്. തുറന്നു വിട്ടതിന് ശേഷം അന്ന് രാത്രി തന്നെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പിറ്റേ ദിവസമാണ് വലിയ തോതിൽ കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും അത് പതിവിൽ വിപരീതമായി വലിയ വ്യാപനം അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ചേരാനല്ലൂർ, വരാപ്പുഴ, കോട്ടുവളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് മത്സ്യകൃഷി അത് കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഈ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഈ പെരിയാർ മേഖലക്കകത്ത് തൂവലുണ്ടായത്. മത്സ്യകൃഷി ചെയ്ത മത്സ്യകർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും ആകമാനം ബാധിച്ചൊരു വലിയ വിഷയമായതുകൊണ്ട് തന്നെ CPM എന്നുള്ള നിലയിൽ വലിയ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയം കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളൊരു വസ്തുത എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്ന ആരോപണം, അതിനകത്ത് വസ്തുതകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിനകത്ത് ദിവസേന ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തുകയാണ്. ഡെയിലി മോണിറ്ററിംഗ് സർവീസ് സംവിധാനം ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ 20-ാം തീയതി രാവിലെയും 21-ാം തീയതി രാവിലെയും ഇവരുടെ കയ്യിൽ ഈ പറയുന്ന സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ബണ്ടിന് മുകളിലുള്ള വെള്ളത്തിനകത്ത് ഇത്തരത്തിൽ കെമിക്കൽ കണ്ടൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓക്സിജൻ്റെ അളവ് കുറവോ ഉണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അവർക്കിടയിലുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുന്നതിനോ അവരുടെ മേൽ അതോറിറ്റി അറിയിക്കുന്നതിനോ അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ആ വകുപ്പുകൾക്കകത്തുള്ള ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാവരെയും എന്ന് പറയുന്നില്ല, പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിനകത്ത് പോലും ഈ നിസ്സംഗത പുലർത്തുന്ന ഉദ്യോഗസ്ഥ വർഗത്തെ അത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്, പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ കൃത്യമായി തന്നെ ആ വിഷയത്തിനകത്ത് പരിശോധിക്കാനും കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് 21-ാം തീയതി തന്നെ ആ വിഷയത്തിനകത്ത് അധികാരിയുമായി പഠിക്കുവാനും കൃത്യമായി പരിശോധന നടത്തുവാനും എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യകർഷകരുടെ എത്രത്തോളമാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ എന്നുള്ളത് പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകൾക്കകത്തും അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാമ്പിളുകൾ ഉൾപ്പെടെ ഈ ശനിയാഴ്ചക്കകം വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ട് ഏതെങ്കിലും ഘടകത്തിനകത്ത് ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ വ്യാവസായിക സ്ഥാപനങ്ങൾക്കകത്തോ ഏതെങ്കിലും തലത്തിൽ അതിനകത്ത് ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ശരി, കർശന നടപടി എന്താണെന്ന് നമുക്കറിയണം.